ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മൂവി റിവ്യൂടെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാരും കാത്തിരുന്ന ആട് 3 നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്മരിക്കാനുള്ളത് രാജമൗലിയാണ്. കാരണം രാജമൗലി ബാഹുബലി പാർട്ട് 2 എടുത്ത് വിജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ പാർട്ട് 2 പാർട്ട് 1 അപരാധങ്ങൾ സഹിക്കേണ്ടി വരില്ലേ. അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു രാജമൗലിയുടെ ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നത്. ഇതിന്റെ ക്യാൻവാസും ഭയങ്കര വലുതാണ്. അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മലയാളം മൂവീസിന്റെ അല്ലാതെ ഒരു കുറേ സ്റ്റാർസ് മേക്കിംഗ് ഒക്കെ കൊള്ളാം. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എനിക്കൊരു ഫോറിനേഴ്സ് കുറച്ചുണ്ടായിരുന്നു. അതിൽ ആ പുള്ളിക്കാരിയുടെ ആക്ഷനൊക്കെ നല്ല രസമുണ്ട്. മേക്കിങ്ങും സാധനങ്ങളൊക്കെ രസമുണ്ട്. മേക്കിംഗ് അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ചെറിയടത്ത് മാത്രം കുറച്ചെടുത്ത് ഇത്തിരി മിസ്സിംഗ് ഉണ്ട്. ബാക്കി മേക്കിംഗ് എല്ലാം ഓക്കെയാണ്. അത്യാവശ്യം മേക്കിംഗ് നല്ല സംഭവം. പടം മൊത്തത്തിൽ നോക്കുന്നെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ വർക്കൗട്ടായി. പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഇത് ഭയങ്കര ഇവര് കോംപ്ലിക്കേറ്റഡ് ആക്കി കളഞ്ഞു. കയോട്ടിക് ആയിട്ട് സ്റ്റോറിയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി. ആട് 1 ആട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഇതും അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും അവരുടെ ഒരു ക്യൂർക്കി ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഇതിലാണ് ആട് പോണത് തന്നെ. ഇത് അങ്ങനെയല്ല. ഈ ആട് ഇതിനെ എടുത്ത് വലിയൊരു ക്യാൻവാസ് കയറ്റിയിട്ട് അതാണ് മുമ്പോട്ട് പോകുന്നത്. അത് ആ കഥ അങ്ങോട്ട് മുമ്പോട്ട് പോയി. ഇതില് അതിലുള്ള ഷാജിപ്പ അർക്കലബുവിന്റെ ഒരു നല്ലൊരു സീന് നമുക്ക് ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഈ ആട് 3 ഇല്ല. കുറച്ച് പാടാണ്. അങ്ങനത്തെ സപ്പോർട്ടിങ് ക്യാരക്ടറിന്റെ ഒരു റോൾ ഉണ്ടല്ലോ അവരുടെ ഈ 10 പേര്. അവരുടെ ഒരു കോമ്പിനേഷനും അവർ തമ്മിലുള്ള ഇതൊക്കെ വളരെ കുറവാണ്. അത് കുറച്ച് പാടാണ്. അതും വർക്കൗട്ട് ആയതും കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടേ ഉള്ളൂ. കാര്യത്തിൽ മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ഉള്ളത് കൊണ്ട് അതിനുള്ള സ്പേസ് ഇതിൽ കിട്ടിയിട്ടില്ല. അതെ. പിന്നെ ഒരു ഫാന്റസി സിനിമയാണ്. അല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആട് 1ഉം 2ഉം പോലെ ആയിരിക്കില്ല, ഇത് കുറച്ചും കൂടി ബിഗ് ബഡ്ജറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു 1 മണിക്കൂറോളം കട്ടായി കളഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങളൊരു അരമണിക്കൂറും കൂടി കട്ടാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. കാര്യം ഇടയ്ക്ക് കുറെ ഇടത്ത് കുറച്ച് ലാഗുണ്ട്. അതിപ്പം എൻ്റെ അടുത്ത് 1-2 പേര് ഒരു പുള്ളിയൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഇടയ്ക്കൊക്കെ കുറച്ച് കോമഡിയൊക്കെ കൈ അടിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കണുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കോട്ട് വെക്കുന്നുണ്ട്. അത് മിക്കവരും ശ്രദ്ധിച്ചു. ഇടയ്ക്ക് കുറച്ച് ലാഗുണ്ട് അവിടെ ഇവിടെയൊക്കെ. കോമഡി സത്യം പറഞ്ഞാൽ ഉണ്ട്, ഫണ്ണ് കുറെ ഉണ്ട്. വർക്കൗട്ട് ആവാത്ത കോമഡിയും അതുപോലെ ഉണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ കൂടെ. എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഇഷ്ടംപോലെ ചിരി ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ എൻട്രി ഒക്കെ അത്യാവശ്യം നല്ലതാണ്. ആ സ്റ്റാർട്ടിങ് എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് നല്ല ഇതായിരുന്നു. ആ എൻട്രി ഇത് കൊള്ളാം. പിന്നെ പാപ്പന്റെ പുതിയ കോസ്റ്റ്യൂം കൊള്ളാം. അതൊക്കെ നല്ല രസമുണ്ട്. മുമ്പത്തെ വെച്ചാൽ കുറച്ച് രസമൊക്കെ ഉണ്ട്. എൻട്രി ആയിരുന്നു. കുറെ അവസാനം വരെ എൻട്രികളായിരുന്നു. ഒരു അരമണിക്കൂർ എൻട്രിക്കും ഇൻട്രോയ്ക്കും വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. എനിക്ക് സാത്താൻ സേവിയറിന്റെ ഇൻട്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പുതിയ ഇൻട്രോ ആശാന്റെ ഇഷ്ടപ്പെട്ടു, ഷമീറിന്റെ ഇഷ്ടപ്പെട്ടു. അല്ല, ഇപ്പൊ എൻട്രി ഇത്തിരി ബഡ്ജറ്റ് കുറച്ച് കൂട്ടി. മുമ്പത്തെ പോലെ അല്ല, കുറച്ചുകൂടെ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ്, കുറച്ചും കൂടെ ഒരു ഹീറോയിക് സാധനമായിരുന്നു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കേസ് ആയിരുന്നു മൊത്തത്തില് പടം. എനിക്ക് കോമഡി ഒന്നും അത്ര വർക്കൗട്ട് ആയില്ല. കാരണം കോമഡി ഞാൻ 1-2 എണ്ണമാണ് ചിരിച്ചത്. അത് ചിരിച്ചത് തന്നെ റെഫറൻസ് ആയിരുന്നു. മുമ്പുള്ള പടത്തിന്റെ റെഫറൻസ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ചിരിച്ചത്. അതാലോചിച്ച് പഴയ പടം ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. അങ്ങനെയായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് പ്ലസന്റ് അല്ലായിരുന്നു എൻ്റെ ഒരു മൂവി. അല്ല, എനിക്ക് കുറേ കോമഡിയൊക്കെ വർക്കൗട്ടായി. പക്ഷെ ചിലത് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡയലോഗിൽ ഇങ്ങനെ മറുതല പറയൂലേ, ആ ഒരു കൗണ്ടർ ചിലയിടത്തു നിന്നും മൊത്തത്തിൽ വർക്കൗട്ടായില്ല. ഞാൻ ആലോചിച്ചു ആരെങ്കിലും ചിരിക്കോ? ഇല്ല. കുറേ ഇതിനൊക്കെ തിയേറ്റർ നിശബ്ദം. അതിൽ മനസ്സിലാവും അത് വർക്കൗട്ട് ആയില്ല. അത്ര ഇത് കയറ്റണ്ടായെന്ന് എനിക്ക് തോന്നി. അല്ലേ, എല്ലാ ഡയലോഗിനും ഒരു കൗണ്ടർ ഇങ്ങനെ പറഞ്ഞു അത് ഒരുപാടായപ്പോഴത്തേക്കും അതങ്ങോട്ട് ചിലയിടത്ത് നിന്ന് വർക്കൗട്ട് ആവണില്ല. കുറേ ഇടത്ത് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ തിയേറ്ററിലും അത് വ്യക്തമായിരുന്നു. എന്തായാലും തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിയും കുറച്ചുകൂടെ അവർക്ക് ഫൺ ഉണ്ടായിരുന്നു. ആൾക്കാർ കുറെ കൂടെ എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫണ്ണുണ്ട്. അത്യാവശ്യം മോശമല്ല, കുറെ ഫണ്ണുണ്ട്. ഈ 3 മണിക്കൂറുള്ള ഈ 3 മണിക്കൂറും ഈ കൗണ്ടർ പോലാണ് അല്ലേ? എല്ലാ സ്റ്റെപ്പിലും ഫുള്ള് 3 മണിക്കൂറും കണ്ടിന്യൂസ് ഇങ്ങനത്തെ കൗണ്ടർ ഇങ്ങനെ കോമഡി കയറ്റി ഫുള്ള് കോമഡിയാണ്. 3 മണിക്കൂർ ഇതുപോലാണ്. അതുകൊണ്ടാണ് ചിലതൊക്കെ അങ്ങോട്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ പാർട്ട് 1 ആണ്. അതുകൊണ്ട് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു കംപ്ലീഷൻ ഫീല്, ആ ഒരു സാധനം ഒട്ടുമില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട് 1 ഇതെന്ന് പറഞ്ഞാൽ പാർട്ട് 2 സിനിമ കണ്ടിട്ടേ കാര്യമുള്ളൂ. പാർട്ട് 1 എന്ന് വെച്ചാൽ അതിന് മുമ്പ് നടക്കണ കുറച്ച് കാര്യങ്ങൾ അങ്ങ്
സ്പൂൺ ഫീഡ് ചെയ്ത് ഒരു കാണിക്കുന്നത്. ഇന്റർവെല്ലിൽ വരെ ആയിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് നമുക്കിത് സീരീസും സീരിയലൊന്നും അല്ലല്ലോ അടുത്ത പ്രാവശ്യം പോയി കണ്ട ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞില്ലേ, ഒരു കംപ്ലീഷൻ ഇല്ല. അവസാനം കൊണ്ട് അവര് നിർത്തിയിട്ട് എല്ലാം മറ്റേ ബാഹുബലി ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ട് സാധനം ഹുക്ക് ഇട്ടിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരും, എന്നിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരു ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു നിർത്തക്കാം. അല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ആ സിനിമയിൽ വന്നത്, ഈ ഒരു സിനിമയിൽ വന്ന ആ ഒരു പോർഷനാണ് അവസാനം. ആ എൻഡിങ് പോർഷനിൽ തന്നെ അങ്ങ് നിർത്തി. എന്നിട്ട് നമ്മൾ ഇത് വിജയിച്ചിട്ടേ ഇനി അടുത്ത വരുവുള്ളൂ. അപ്പോഴും ആദ്യം കണ്ടവന്മാര് മണ്ടന്മാര്, ഇനി ഇത് വിജയിച്ചില്ല, ഇത് കണ്ടില്ലെങ്കിൽ നമ്മൾ പാർട്ട് 2 വരൂല, നഷ്ടം. ഇതിന്റെ കംപ്ലീഷൻ ഇല്ല. ഇപ്പൊ എല്ലാ പടങ്ങളും അങ്ങനെയാണ് ചെയ്യണത്. അല്ല, ഇപ്പൊ KGF ആയാലും ദുരന്തറൊക്കെ ആയാലും അല്ലേ ഒരു ഇത് എൻഡ് ചെയ്തിട്ടാണ് അവര് അടുത്ത ചാപ്റ്ററിലോട്ട് പോണത്. ഇപ്പൊ വേറെയും കുറെ പടങ്ങൾ ഇറങ്ങി. ദുരന്തർ ഇതെടുത്ത് നോക്ക്, ദുരന്തർ ഫസ്റ്റ് ഇറങ്ങി, അത് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ട് അവസാനം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് എഴുതി കാണിക്കും പാർട്ട് 2 മാർച്ച് 19, 18 അങ്ങനെ എഴുതി കാണിക്കും. 18 മാർച്ച് എഴുതി കാണിക്കും. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടാണ് അവര് നിർത്തണത്. അവര് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇറങ്ങിയിട്ട് 3 മാസേ ആയുള്ളൂ, എന്നിട്ടാണ് അവർ ചെയ്യണം. അത്ര കൺവിൻഷൻ അവർക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പാർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി, ഇനി ഒരു അടുത്ത വർഷം വെയിറ്റ് ചെയ്യണം. ഇത് ഹിറ്റായ മാത്രം. ഇത് സക്സസ് ആയതിന്റെ ആ 2 സക്സസ് ആയതുകൊണ്ട് അത് ഈ ഒരു പടം എങ്ങനെ എടുത്താലും കുഴപ്പമില്ലെന്നുള്ള രീതി എനിക്ക് ഫീൽ ചെയ്തു. മാക്സിമം ആ ഒരു ബ്രാൻഡ്, ആടിന്റെ ഒരു ബ്രാൻഡ് എടുത്തു ആ ഒരു ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് തോന്നിയത്. ഇവര് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മൊത്തം പടം കൂടെ ഒറ്റ പടമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നേനെന്ന് എനിക്ക് തോന്നി. അത് ശരിയാ. അത് മൊത്തത്തിൽ ഒറ്റ പടം എടുത്തിട്ട് ആട് 1, ആട് 2 പോലെ ആട് 3 ആയിട്ട് എടുത്തിരുന്നെങ്കിൽ, ഇപ്പൊ ഒരു ഉദ്ദേശം കോൺസെപ്റ്റ് ആ ഒരു ആട് 3 ആയിട്ട് എടുത്തിരുന്നെങ്കിൽ അവരെ ബഡ്ജറ്റ് നിൽക്കൂലായിരുന്നു. പക്ഷേ കോൺസെപ്റ്റ് നല്ലതല്ലേ? എനിക്ക് ആ തീം നല്ലതായിരുന്നു. തീം നല്ല ഹുക്കിംഗ് തീമാണ്. കോൺസെപ്റ്റ് നല്ലതായിരുന്നു. പക്ഷെ ഈ ഒരു പോർഷൻ അവസാനം കൊണ്ട് നിർത്തിയില്ലേ, ആ ഒരു പോർഷനില് ആ ഒരു സിനിമയുടെ എൻഡിങ്ങില് അതൊരു ഇങ്ങനെ കാണുന്നവർക്ക് ഒട്ടും ഇങ്ങനെ ലാസ്റ്റ് ഇത് എഴുതി കാണിക്കുകയെ തീർന്ന. എനിക്ക് ഇതിന് മുന്നേ തോന്നുന്നത് ഇന്ത്യൻ 2-ലായിരുന്നു. ഇന്ത്യൻ 2 പിന്നെ എന്തെങ്കിലും അങ്ങേര് മറ്റേ എനിക്ക് മോഹൻലാലിന്റെ മറ്റേ പടമാണ് ഓർമ്മ വന്ന മലൈക്കോട്ടെ വാലിബനിലും ഇങ്ങനെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം വരുമ്പോഴേ അവസാനം കൊണ്ട് പാർട്ട് 2. ഈ മലൈക്കോട്ടെ വാലിബൻ ഇനി പാർട്ട് 2 ഇറക്കൂ? ഇല്ലല്ലോ. ഇതിന് അതിനുള്ള കുറെ കോമ്പിനേഷൻസ് ഉണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആടിന്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു ഇത് ഹൈപ്പും ഉണ്ട്, ഇത് വിജയിക്കും എന്നാണ് എനിക്ക് തോന്നണം. അല്ലാതെ ഒരു പടമായിട്ട് കാണണമെങ്കിൽ എനിക്ക് അങ്ങനെ അത്രയും ഒരു സംഭവമായിട്ട് തോന്നില്ല. എനിക്ക് ആട് ഫസ്റ്റിന്റെയും 2-ന്റെയും കുറച്ച് സംഗതികൾ എനിക്ക് തോന്നുന്നു അവർ ആ ഒരു നേക്കി തന്നെ എടുക്കാൻ നോക്കണേടാ, ആ ഒരു നേക്കി തന്നെ. പക്ഷെ ഇത് ഇച്ചിരി കൂടിപ്പോയി, കുറച്ച് ക്യാൻവാസ് ആയിപ്പോയി. പിന്നെ ഈ ഫണ്ണെല്ലാം കൂടെ കൊണ്ട് ഈ 3 മണിക്കൂറും ഇങ്ങനെ പോയോണ്ടായിരുന്നു. അത് എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ കോമഡി ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ഒന്നും അവരത് യൂട്ടിലൈസ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. അല്ല, കോമഡി ആണല്ലോ ഇതിന്റെ ആടിന്റെ ഒരു ഇത്, അതിന്റെ ക്യാരക്ടറിന്റെ ഓരോ മണ്ടത്തരങ്ങളും ആണല്ലോ അതിന്റെ ഒരു എസെൻസ്. പക്ഷെ അത് നമ്മൾ കാണുമ്പോഴേ ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ചെറിയ കുറച്ച് സീനിലൊക്കെ ആ ഒരു പഴയ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് എനിക്ക് ആടും നിൽക്കാൻ പറ്റില്ല. പിന്നെ വലിയ ഫാന്റസി പടം രണ്ടും ഒരു അവിയൽ പരിവായി പോയി. പല ക്യാരക്ടേഴ്സിനും കോമഡി തന്നെ കുറവായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു സൈജു കുറുപ്പിന്റെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സിന് ഒന്നും കൊടുത്തില്ല. ഫുക്രു ഉണ്ടായിരുന്നു. ഫുക്രുവിന് ആ പടം എനിക്കൊന്നും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾ ഓവർ ഇതിലുണ്ടായിരുന്നെങ്കിലും ഒന്ന് കുറച്ച് ഡയലോഗുകളെ കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ കൊടുക്കാൻ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അതിൽ കുറച്ച് അതിലുള്ള ക്യാരക്ടേഴ്സിന് ജയസൂര്യ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച്. അറക്കലബു ഒക്കെ ഒരു സെക്കൻഡ് ഹീറോ അല്ലേ ആട് 1-ലും 2-ലും. ഈ ഡൂഡ് ജയസൂര്യ, വിനായകൻ, അറക്കൽ അബു അല്ലേ 3 മെയിൻ ക്യാരക്ടർ. ഇതില് അങ്ങനെ ഒരു മെയിൻ ഒരു സെക്കൻഡ് ഹീറോ, തേർഡ് ഹീറോ അങ്ങനെ ഒരു സാധനം ഇല്ല. കൂടുതലും ഡൂഡിനും ജയസൂര്യക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതില് ആടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടില് ഇങ്ങനെ നായകന്മാർ ഒരുപാട് പേരുണ്ട്. ഈ എല്ലാരും അവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. ഒരു കാർട്ടൂൺ രീതിയിൽ എല്ലാരും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സേവിയർ ആവട്ടെ, എല്ലാവർക്കും അങ്ങനെ ഒരു സാധനം ഇല്ലാതെ ഇതൊരു മെയിൻ ക്യാരക്ടർ ജയസൂര്യ മാത്രമായി ബാക്കിയുള്ള ക്യാരക്ടറിന് അങ്ങനെ ഒരു പടത്തിനൊരു ഇമ്പോർട്ടൻസ് വളരെ കുറവായിരുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് അത്രത്തോളം ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. അല്ല, എനിക്കും എന്നെ അങ്ങനെ സംബന്ധിച്ച് ഒരു ആവറേജ്, എനിക്ക് ഒരു average movie ആയിട്ടാണ് ഞാൻ തോന്നിയത്. കുറച്ചൊക്കെ എൻജോയ് ചെയ്തു, കുറച്ച് ഫണ്ണൊക്കെ എനിക്ക് അല്ല, അത്യാവശ്യം നല്ല ഫൺ ഉണ്ട്. ഇത്രയും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അതിൽ അത്യാവശ്യം കുറെ വർക്കൗട്ട് ആവണുണ്ട്, കുറെ ഫൺ 10 അടിച്ചാൽ 5 ഒക്കെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല എനിക്ക് കുറെയൊക്കെ വർക്കൗട്ടായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മേക്കിംഗ് നല്ല രസമുണ്ട്. making നല്ല പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റണ്ട് ചിലതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ character കൊള്ളാം. ഒരു ഫോറിൻ ക്യാരക്ടർ ഉണ്ട്, Foreign character. ആ പുള്ളിക്കാരിയൊക്കെ നല്ല രസമുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഇച്ചിരി ഫണ്ണില്ലാതെ ഡയറക്റ്റ് ഒരു വില്ലൻ കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫണ്ണില്ലാതെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. പുള്ളിക്കാരിയൊക്കെ ആക്ഷനും ഇതൊക്കെ നല്ല രസമാണ്. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വർക്കൗട്ടായി. പിന്നെ മേക്കിംഗ് നല്ലതാണ്, മേക്കിംഗ് അത്യാവശ്യം നല്ലതാണ്. എനിക്ക് പറയാനുള്ളത് ഈ പാർട്ട് 2 വരുമ്പോഴേ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എലമെന്റ് ആ 3യുടെ പാർട്ട് 2 ആട് 3യുടെ പാർട്ട് 2 അതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അടുത്ത പാട്ട് ചിലപ്പോ നന്നാവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാണ്. കാര്യം അതിൽ ഒരുപാട് ഫണ്ണ് വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള സാധനം. അത് വരെയാണെങ്കിൽ അത് വരുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പടമൊക്കെ ഇങ്ങനെ നിർത്താൻ പറ്റൂല ഒരു പടം, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അതൊരു പ്രേക്ഷകരെടുത്ത് കാണിക്കുന്ന ഒരു വലിയ ചതിയാണ്. ഇൻജസ്റ്റിസ്. അല്ല, ഇത് ഇറങ്ങും. എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കുറെ ആൾക്കാർക്ക് ഇത് വർക്കൗട്ട് ആവും. കാര്യം പിള്ളേർക്കൊക്കെ എന്തായാലും നല്ല വർക്കൗട്ട് ആവും. ഫാമിലി തിയേറ്ററിൽ അങ്ങനെ ഒരു മോശമായിട്ടൊരു നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും തിയേറ്ററിന്റെ ഒരു ഫസ്റ്റിന്റെ ഒരു ഓളം വെച്ചിട്ട് ഭയങ്കര കയ്യടിയും കാര്യങ്ങളും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇത് വർക്കൗട്ട് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം പിള്ളേർക്ക് സ്കൂൾ അടയ്ക്കും. അപ്പോൾ പിന്നെ അവർക്ക് കാണാൻ പറ്റിയ ഒരു ചിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു പടമാണ്. അപ്പോൾ പിന്നെ അവരിത് പോയി കാണും എന്തായാലും. അപ്പം വർക്കൗട്ട് ആവുമെന്നാണ്. അങ്ങനെയെങ്കിലും നമുക്ക് പാർട്ട് 2 കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറ്റിച്ചിട്ടുണ്ടല്ലേ? അല്ല, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് പറ്റിച്ചിട്ടുണ്ട്, കുറച്ചുപേര് പറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാർട്ട് 2 ഇട്ടിട്ട്, അല്ലെങ്കിൽ പാർട്ട് 2 ഇട്ടോ, പക്ഷെ ഇതിനൊരു കംപ്ലീഷൻ വരാതെ ഒരു പാർട്ട് 2 ഇട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ആവരുത് മിഥുൻ മാനുവൽ തോമസ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോ മൊത്തത്തില് ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കുറച്ചു പേർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു, കുറച്ചു പേർക്ക് ആവറേജ് എന്ന് പറയുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഈ സിനിമയെ പറ്റിയിട്ട്. പിന്നെ ഈ ഒരു പാർട്ട് 2 പാർട്ട് 1 കൾച്ചർ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് ദിവസത്തേക്ക് ഒരു 15-20 വർഷത്തേക്ക് ഒന്ന് കുറച്ചാൽ അതൊരു സീരീസോ ഹോട്ട്സ്റ്റാറിലോ അങ്ങനെ വാങ്ങിച്ചാൽ അവർ ചെയ്യട്ടെ. അതൊന്നും നിർത്തിയ വലിയൊരു ഉപകാരമായി തന്നെ. ഓക്കെ ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ ആട് 3യുടെ ഒപ്പീനിയനും നമ്മുടെ ഒരു ചെറിയ റിവ്യൂ, പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കാണുക. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അവരുടെ അഭിപ്രായം കമന്റ് അറിയിക്കുക. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്ത മൂവി റിവ്യൂ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.